ഉള്ളവരെ മുഖവുരയോട് തന്നെ തുടങ്ങട്ടെ. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും മാറി മാറി ഭരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ എന്നത്തെയും ആഗ്രഹം. അത് കേരളമായാലും കൊള്ളാം, കേന്ദ്രമായാലും കൊള്ളാം. ഒരേ പാർട്ടികൾ തന്നെ ഭരിക്കുമ്പോഴാണ് അഴിമതി കൂടുതലുണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും അത് മാറി വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പറഞ്ഞു വരുന്നത് വനിതാ ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ ശക്തമായി എതിർത്തു വേണുഗോപാല്, പ്രേമചന്ദ്രനും ഒക്കെ ശക്തമായിട്ട് എതിർത്ത വലിയ നീളത്തിലുള്ള പ്രസംഗങ്ങൾ. പക്ഷേ എനിക്ക് വളരെ അഭിമാനം തോന്നി. ഈ പറഞ്ഞ പോലെ പ്രേമചന്ദ്രനൊക്കെ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ അവരുടെ ആശയം അവിടെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്ന് കണ്ടപ്പോൾ വളരെ അതങ്ങനെയുള്ളവരെയൊക്കെയാണ് അവിടെ കൊണ്ടിരുത്തേണ്ടത് എന്ന് എനിക്ക് ഉള്ളിൽ അവരെക്കുറിച്ച് അഭിമാനം തോന്നി, പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ തൊട്ടു പുറകിലിരുന്ന രാധാകൃഷ്ണൻ ചേട്ടന് ഇവർ പറഞ്ഞ എന്താണെന്ന് വലിയ ധാരണയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്തോ പുള്ളി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വിട്ടിത്തം പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള സീറ്റൂടെ പോകുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല, ആരോ എഴുതി കൊടുത്തൊരു കടലാസ് കൊണ്ടുവന്ന് അത് അങ്ങനെ വായിച്ചു തീർത്തിട്ട് ഒരു അഭിപ്രായം പോലും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയും എനിക്ക് ഒരേ ഫ്രെയിമിലാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം പ്രേമേന്ദ്രൻ പറയുമ്പോൾ തൊട്ട് പുറകിൽ തന്നെ ഈ പറഞ്ഞ പോലെ രാധാകൃഷ്ണൻ ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. മറ്റുള്ളവർ പ്രേമേന്ദ്രൻ പറയുന്നതിന് കൈയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധത്തിന് കൈയടിക്കാനും പറ്റുന്നില്ല, കൈയടിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പുള്ളിയോട് അഭിപ്രായം പറയാൻ പറഞ്ഞു. പുള്ളി എഴുന്നേറ്റ് നിന്ന് ആരോ എഴുതി കൊടുത്ത ഒരു നോട്ടീസ് വായിച്ചിട്ടങ്ങ് ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വിഷമം തോന്നി. കാരണം ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആൾക്കാരൊക്കെ അങ്ങനെ ചെന്നിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്: വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ മണ്ഡല പുനഃക്രമീകരണം ആണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് BJPക്ക് പിന്തുണയുള്ള UP, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഗോവ എന്നൊക്കെ പറയുന്ന, അതായത് ഏകദേശം അധികം സീറ്റുകൾ ഇപ്പോൾ തന്നെ ഉള്ള മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഇരട്ടിയോളം സീറ്റുകളാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ കേവല ഭൂരിപക്ഷം നിന്നൊന്നും അല്ലാതെ അവർക്ക് ഭീമമായ ഭൂരിപക്ഷത്തിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് അധികാരത്തിൽ കയറാൻ വരുമെന്നൊക്കെയാണ് പറയാതെ ഇവർ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട് വന്ന് BJP രാജ്യം ഭരിച്ചതല്ല എന്ന് നമുക്കെല്ലാം അറിയാം. വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് വർഷങ്ങളായിട്ട് ഇതുപോലെ ഇലക്ഷനിൽ പങ്കെടുത്ത് വന്ന ഒരു പാർട്ടിയാണ് BJP. അല്ല ഒരു സുപ്രഭാതത്തിൽ BJP ഭരണത്തിലേറിയ ആൾക്കാരല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് എൻ്റെയൊക്കെ വോട്ട് തുടങ്ങിയ സമയത്ത് BJP എന്നൊരു സംഭവം നമുക്ക് അറിയത്തു കൂടിയില്ല. 18 വയസ്സിൽ അല്ലേ? അന്നൊക്കെ കോൺഗ്രസും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ മാത്രമാണ് ഈ പറഞ്ഞ മത്സരം നടക്കുന്നത്. അതിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് BJP എന്നൊരു പാർട്ടി ഉണ്ടെന്നും അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ആയിട്ടില്ലെങ്കിലും കേന്ദ്രത്തിൽ അത് ഭരണം പിരിച്ചു എന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ്സുകാരോടാണ്. വളരെ താഴ്മയായി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ കുറച്ച് സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ വനിതാ ബില്ല് സപ്പോർട്ട് ചെയ്യുന്നില്ല? അതായത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും പറയും ഈ പറഞ്ഞ മണ്ഡല രൂപീകരണം. അവിടെയാണ് ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മണ്ഡല രൂപീകരണം നടന്നിട്ട് പത്തനംതിട്ടയും ആലപ്പുഴയും പോലുള്ള ജില്ലകളുടെ എണ്ണം കുറഞ്ഞു. അതായത് 7 എന്നുള്ളത് 5 ആയി പത്തനംതിട്ട ജില്ല തന്നെ. അതായത് കുറയുകയാണ് ചെയ്തത്, ഒന്നും കൂടിയിട്ടില്ല. അത് നിലനിർത്തുകയല്ല ചെയ്തത്, കുറച്ചിട്ടാണ് മലപ്പുറത്തിന് 4 സീറ്റ് എക്സ്ട്രാ കിട്ടിയത്. അന്ന് ആരും കരഞ്ഞു കണ്ടില്ല. അവർക്കതുപോലെ തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവിടെ ബാധിക്കുമെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇപ്പം ഈ കരയുന്നവർ അന്ന് എന്തുകൊണ്ടാണ് മൗനം പാലിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. അന്ന് മൗനം പാലിച്ചവർ ഇന്ന് എന്തിനാണ് ഈ കരയുന്നതും എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, 2029 നടക്കാൻ പോകുന്ന ഇലക്ഷൻ, അതാണല്ലോ ഇനി അടുത്ത വരാൻ പോകുന്ന ഇലക്ഷൻ അല്ലേ? MP-മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷനാണ് 2029 നടക്കാൻ പോകുന്ന ഇലക്ഷൻ. ഈ പറയുന്ന UP, മധ്യപ്രദേശ്, ഗുജറാത്ത് പോലുള്ള BJP അധിനിവേശം എന്ന് നിങ്ങൾ പറയുന്ന ഈ സംസ്ഥാനങ്ങൾ 29 നമുക്ക് പിടിച്ചടക്കാം എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? അങ്ങനെ പിടിച്ചടക്കാം എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനകത്ത് അവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്: എല്ലാ ഉഴപ്പന്മാരുടെയും കൂടെ നന്നായിട്ട് പഠിക്കുന്ന ഒരു ചങ്കുണ്ടായിരിക്കും, അത് ഞാനാണ് എന്ന് പറയുന്ന ആ മാസ് ഡയലോഗ് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതായത് ഇവർ നടപ്പാക്കട്ടെ, നമുക്ക് വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ്, നമ്മൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. പുനർനിർണ്ണയം വരുമ്പം എല്ലാവർക്കും അതായത് കേരളത്തിന് 20 എന്നുള്ളത് 23 30 വരെ ആകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമുക്കും സീറ്റുകൾ കൂടുതൽ വാരിയെടുത്ത് നമുക്ക് ഭരണം കൈയാളാൻ പറ്റില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് എൻ്റെ സംശയം. ഇത് BJPക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അജണ്ടയാണെന്ന് നിങ്ങൾ കരുതുന്നതിൻ്റെ ഉദ്ദേശമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതാണ് എൻ്റെ ചോദ്യവും. ഇതിന് ആരും ഇതുവരെ ഒരു ഉത്തരവും നൽകുന്നില്ല. ഗൾഫിലിരുന്നും അയർലൻഡിലിരുന്നും അമേരിക്കയിലിരുന്നും അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും ഒക്കെ മോദിജിയെ കുറ്റം പറയുന്നതല്ലാതെ
ഇവർക്കാർക്കും ആ രാജ്യത്തെ ഒരു ഭരണാധികാരിയും കുറ്റം പറയാൻ ഒരു വാക്കും പറയാനുള്ള ധൈര്യം ഇല്ല എന്നുകൂടെ ഞാൻ ഇക്കാര്യത്തിൽ പറയുകയാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന രാജ്യത്തെ ഭരണാധികാരിയെ ഇതുപോലൊന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് അധിക്ഷേപിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനവർക്ക് മറുപടിയില്ല. അപ്പം നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സ്വന്തം മല്ലട കുത്തി മണപ്പിക്കുകയാണെന്ന് ഇവന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏത് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഞാൻ അവരെ എന്തായാലും ബഹുമാനിക്കും. കാരണം ഞാൻ ജീവിക്കുന്നതും മരിക്കാൻ ആഗ്രഹിക്കുന്നതും ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കവരെ പുച്ഛിക്കേണ്ട കാര്യമില്ല, ഞാൻ പുച്ഛിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, ഈ ഭീമമായ BJP അധിനിവേശ പ്രദേശങ്ങളിൽ അടുത്ത 29 കോടി നമുക്ക് പിടിച്ചടക്കാം. ഈ വനിതാ ബില്ല് നമുക്കത് പ്രയോജനമാക്കി കൊണ്ടുവരാം. മനസ്സിലായല്ലോ? നമുക്ക് 29 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഈ ബില്ലും ഈ സീറ്റുകളും കൂടുന്നത് നമുക്ക് പ്രയോജനമാക്കി കൊണ്ടുവരാം. അതായത് ഭാവി പ്രധാനമന്ത്രി എന്ന് രാഹുൽ ഗാന്ധിയെ എപ്പോഴും വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ സീറ്റുകളെല്ലാം നമുക്ക് പിടിച്ചടക്കിയ ഒരു ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ അതേ ലുക്കും വെട്ടും, അതായത് ഈ നമ്മളെ പ്രിയങ്ക ഗാന്ധി ജനിച്ചപ്പോഴേ പറഞ്ഞത് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മാത്രമുള്ള കുട്ടിയാണ്, ഇന്ദിരാഗാന്ധിയുടെ തനിപ്പകർപ്പാണ്, ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ്, ഇന്ദിരാഗാന്ധിയുടെ കണ്ണാണ്, മുടിയാണ്, ചെവിയാണ്, തൊലിയാണ് എന്നൊക്കെ പറഞ്ഞ ഇതേ ആൾക്കാർ എന്തുകൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയെ നമ്മുടെ അടുത്ത 2021 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മൾ വൻപിച്ച വിജയം നേടി പ്രധാനമന്ത്രിയാക്കും, വനിതാ പ്രധാനമന്ത്രിയാക്കും എന്തുകൊണ്ടേ പറയുന്നില്ല? കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് 100 പേരെ പഠിപ്പിക്കാൻ 10 ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 5000 പേരെ പഠിപ്പിക്കാനും ഈ 10 ടീച്ചേഴ്സ് മതിയെന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർത്ത് ഈ രീതിയിൽ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വനിതാ ബില്ല് നടപ്പാക്കട്ടെ, മണ്ഡല പുനർനിർണയം നടക്കട്ടെ, സീറ്റുകൾ കൂടും, അപ്പം നമുക്കും സീറ്റുകൾ കൂടുതൽ കിട്ടും, അപ്പം നമുക്ക് പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് പ്രധാനമന്ത്രിയാക്കാം എന്ന് എന്തുകൊണ്ട് ചങ്കുറപ്പോടെ ഒരുത്തരും പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലാതെ ഞാൻ ആരെയും ഇങ്ങോട്ട് അധിക്ഷേപിക്കാൻ വന്നാൽ തിരിച്ചധിക്ഷേപിക്കും എന്നല്ലാതെ ഞാൻ ആരെയും വ്യക്തിപരമായി ഞാൻ അങ്ങോട്ട് കയറി അധിക്ഷേപിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റും വിധം ഇങ്ങോട്ട് മാന്യമാണെങ്കിൽ അങ്ങോട്ടും മാന്യമായിട്ട് തന്നെ പെരുമാറണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ ചെയ്തിട്ടുള്ളതും. പക്ഷേ മാന്യത ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കാത്തതും ചീത്തയും തെറിയൊക്കെ നമുക്കും ഈ ചീത്തയും തെറിയും ഒക്കെ അറിയാം, നമുക്കത് പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പലരും ഇങ്ങോട്ടത് പ്രയോഗിക്കുമ്പോൾ നമുക്ക് തിരിച്ച് പ്രയോഗിക്കാം, നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് തെറി വിളിക്കുമ്പം അങ്ങോട്ട് പിന്നെ ഭഗവത്ഗീതയിലെ സന്ദേശമൊന്നും കൊടുക്കാൻ എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ എന്തുവാ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഒന്നും ആയിരുന്നില്ല. ഓക്കെ, അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം മാന്യമായിട്ട് ഇങ്ങോട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ മാന്യത ഞാൻ ഇങ്ങോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംശയങ്ങൾ ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അതായത് ഷമാ മുഹമ്മദ് അല്ലെങ്കിൽ ഇപ്പം ഈ ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വെറുതെ കുറേ പൈസ കളഞ്ഞ ദീപ്തി മേരി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഉമാ തോമസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ ഷമാ മുഹമ്മദൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു ഈ ഇതുപോലെ തന്നെ ഈ ഓരോ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർ ഇലക്ഷൻ നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിലൊക്കെ വന്ന് പ്രവർത്തിക്കുന്നത്. അല്ലാതെ വെറുതെ എന്നും ഇവരുടെയൊക്കെ മൂട് താങ്ങി പോകാമെന്ന് വിചാരിച്ചല്ല അവരൊന്നും നിൽക്കുന്നത്. അവരൊക്കെ ഈ ചാനലിലൊക്കെ വന്ന് ചീത്തം തെറിയും ഒക്കെ കേൾക്കുന്നത് നാളെ ഇവർക്കൊരു സീറ്റ് കിട്ടും, ഇവർക്കും മത്സരിക്കാം, അല്ലെങ്കിൽ ഇവർക്കും MP MLA ഒക്കെ ആകാമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. ആ ആഗ്രഹമാണ് നിങ്ങൾ മുച്ചൂട് മുടിച്ചതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 33% എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നും അതുപോലെ നിങ്ങൾക്ക് ആളെയുണ്ട്. അഖിലേഷ് യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്നും ആരും പറയുന്നില്ല. മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണം. ഈ 33% വരുമ്പം അതിനകത്ത് മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കിരൺ റിജിജു പറഞ്ഞത് ഇതാണ്, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവരണമാണ്, അതിനകത്ത് പ്രത്യേകം ഒരു സംവരണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതിന് തന്നെ അമിത്ഷാ മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, താങ്കളുടെ സീറ്റുകൾ മുഴുവൻ സ്ത്രീകൾക്ക് കൊടുത്തോളൂ, ഒരു കുഴപ്പവുമില്ല, കൊടുക്കട്ടെ. അപ്പം ഈ സീറ്റുകൾ കൂടുമ്പം ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ കട്ടപ്പുറത്തിരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്, അവർക്കൂടെ അവസരം കൊടുക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇതൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ രീതിയിൽ ചിന്തിച്ചതെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കി, അതായത് ഇപ്പം 25 ലക്ഷം പേർക്കോ 30 ലക്ഷം പേർക്കോ ഒരു MP ഉള്ളത് നമുക്കത് വളരെയധികം കുറച്ചുകൂടെയൊക്കെ എങ്കിലും ചുരുക്കാൻ പറ്റുമായിരുന്നു എന്നൊരു ചിന്ത എന്തുകൊണ്ട് നിങ്ങളുടെ ഒന്നും തലയിൽ പോയ തലമണ്ടയിൽ ഉദിക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഒരു സാധാരണക്കാരി, ഒരു വീട്ടമ്മയായ എൻ്റെ സംശയങ്ങളാണിത്. ഇതിനൊന്നും ആരും ഇത്രയും ദിവസം ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുന്ന രീതിയിൽ, നീ ഒരു പെണ്ണാണ്, നിനക്കൊരു കുന്തവും അറിയില്ല, നീ വീട്ടിൽ മാത്രം ജൂലും പിടിച്ചുകൊണ്ടിരിക്കുന്നവളാണെന്നുള്ള ചിന്ത
പലരുടെയും കമൻറ്റിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഒരു വീട്ടമ്മയായ എൻ്റെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ചോദിക്കുന്നത്. കൃത്യമായിട്ട് മറുപടി തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതേ എനിക്ക് പറയാനുള്ളൂ. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ നമുക്ക് കണ്ടതാണ്. കേവല ഭൂരിപക്ഷമില്ലെങ്കിൽ അവരുടെ കേന്ദ്ര പദവി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവരുടെ കാര്യം. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് കുറച്ച് പേരെ ഇവർക്ക് തിരഞ്ഞെടുത്ത് ചെന്നില്ലെങ്കിൽ അവർക്ക് ഈ വർഷവും അതേ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു ഇപ്പം നോയിഡയിലോ എവിടാണ്ട് ഈ പറഞ്ഞ പോലെ റഹീമൊക്കെ പോയി അവിടെ കിടന്ന് സമരം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആശാപ്രവർത്തകരുടെയോ നേഴ്സുമാരുടെയോ അല്ലെങ്കിൽ ഈ PSC ലിസ്റ്റിലുള്ളവരുടെയോ ഒന്നും വിഷമങ്ങൾ കാണാത്ത അവർ അവിടുത്തെ തൊഴിലാളികളുടെ വിഷമങ്ങൾ കണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി പോയിരിപ്പുണ്ട്, അവിടെ പോയി കുത്തിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരും അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. അതായത് കേന്ദ്രീയ പദവി നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന കാരാട്ടും കാരാട്ടും ഒക്കെ ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് AKG വന്തി സെൻറ്ററിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരും ശ്രമിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇനി ആർക്കും ഞാൻ മെസ്സേജ്, കാരണം കുറേ നേരമായി ഞാൻ ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് മെസ്സേജ്, ഇതിനൊന്നും ആരും മറുപടിയില്ല, തിരിച്ച് അധിക്ഷേപങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം എൻ്റെ ചോദ്യം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. എന്തുകൊണ്ടാണ് കേന്ദ്രം പിടിച്ചടക്കി ഈ പറഞ്ഞ അധിനിവേശങ്ങൾ പിടിച്ചടക്കി ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കും, അടുത്ത വനിതാ പ്രധാനമന്ത്രിയാക്കും, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചന്തുകൂറ്റത്തോടെ പറയാൻ സാധിക്കുന്നില്ല? അതിനുവേണ്ടി 33% സ്ത്രീ സംവരണം ഇവിടെ ആവശ്യമാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല എന്നതാണ് എൻ്റെ ചോദ്യം. ഇതാണ് എൻ്റെ ചോദ്യം. അപ്പം നിങ്ങൾ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉത്തരം പറയാമെങ്കിൽ പറയൂ. താങ്ക് യു.